എല്ലാ ചങ്ങായിമാർക്കും നമസ്കാരം. കാസിം ബായ് വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്നേഹസ്വാഗതം. അപ്പൊ ഗൈസ്, ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ഒരു കുഞ്ഞ് ആരാധ്യയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ സമ്മാനം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലാണ് ഉണ്ടാക്കും കേട്ടോ. കടയിൽ നിന്ന് വാങ്ങി കൊടുക്കുന്നത് കണ്ട് എത്രയോ നല്ലതാണ് നമുക്ക് നേരിട്ട് ഉണ്ടാക്കി കൊടുക്കാനല്ലേ. അപ്പൊ അതാണ് ഇന്നത്തെ ഒരു പരിപാടി. അപ്പൊ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ ഒരു സുഹൃത്തിന്റെ പെങ്ങളെ ഒരു കുഞ്ഞു മോളാട്ടോ. ആ മോൾ എന്റെ വീഡിയോ ഒക്കെ സ്ഥിരമായിട്ട് ഇത് കാണും അത്രേ. അപ്പൊ കൂടാതെ കഴിഞ്ഞ ദിവസം ഞാനൊരു എഫ്ബില് നമ്മുടെ ഒരു ബോട്ടിൽ വർക്കിന്റെ ഒരു ഇത് ചെറിയൊരു ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ആ കുട്ടി കണ്ടിട്ട് കുട്ടി വീണ്ടും വീണ്ടും ഇരുന്ന് കാണുന്നു പറഞ്ഞു. ഇപ്പൊ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞാ മാമ ഫോണ് താ മാമ ഫോണ് മേടിച്ചിട്ട് കൊച്ചിരുന്ന് കാണുന്ന എന്റെ വീഡിയോ. അയ്യോ, അവനത് പറഞ്ഞപ്പോഴേ എനിക്ക് എന്തുമാത്രം സന്തോഷമായി എന്നറിയോ. കാര്യം നമുക്ക് കുറച്ച് നെഗറ്റീവ് കമന്റുകളൊക്കെ വരുന്നുണ്ടെങ്കിലും ഇതുപോലത്തെ പോസിറ്റീവായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ആ നെഗറ്റീവ് കമന്റുകളൊക്കെ അങ്ങ് പറന്നു പോകും. കാരണം നമുക്ക് പോസിറ്റീവ് മാത്രം എടുക്കാം, നെഗറ്റീവിനെ വഴിക്ക് വിടുക അല്ലേ. അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കുഞ്ഞു മക്കളൊക്കെ കാണുന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം ഭയങ്കര സന്തോഷമാണ്. അപ്പൊ ചില ആൾക്കാർ ഈ പറഞ്ഞവര് പറയാറുണ്ട്, വീഡിയോ കാണാറുണ്ട്, കുഴപ്പമില്ല, കുറച്ചും കൂടി നന്നാക്കണം എന്നൊക്കെ ഇങ്ങനെ ഓരോരുത്തർ പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ വലിയ സന്തോഷമാണ് കേട്ടോ. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ആ കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ കുറച്ച് കട്ടിങ്സ്, അതായത് നമ്മുടെ തുണിസഞ്ചിയും കൊണ്ട് ഫ്ലവർ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ കുറച്ച് കട്ടിങ്സ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ട് ബാക്കി ഇവിടെ മാറ്റി വെച്ചിട്ടായിരുന്നു. അപ്പൊ അതെടുത്തിട്ട് 2 ഫ്ലവർ ഉണ്ടാക്കുക കേട്ടോ. അപ്പൊ ഏതായാലും ഉണ്ടാക്കിയപ്പോ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാന്നും കൂടി വിചാരിച്ചു. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് കുറച്ച് ചെറിയൊരു കമ്പി കഷ്ണം വേണം. പിന്നെ ഗ്രീൻ ടേപ്പ്, 20 ഉറുപ്പ്യ കൊടുത്ത ഒരു ഗ്രീൻ ടേപ്പ് കിട്ടും. പിന്നെ വേണ്ടത് ഓൾമോസ്റ്റ് നമ്മുടെ തുണിസഞ്ചി 10-15 ഉറുപ്പ്യ കൊടുത്തു കഴിഞ്ഞാൽ തുണിസഞ്ചി കിട്ടും. അതിന്റെ വലിപ്പം അനുസരിച്ചാട്ടോ. ഇച്ചിരി കട്ടിയുള്ള തുണിസഞ്ചി മേടിക്കാൻ ശ്രമിക്കണം. ഇത് ഇച്ചിരി കട്ടിയുള്ള സൈസാണ് അത്. പിന്നെ വേണ്ടത് നമുക്ക് അതിന് ഒട്ടിച്ചെടുക്കാനുള്ള ഒരു പശ. അത് ഞാൻ ഉപയോഗിക്കുന്ന സാധാരണ ഫെവിബോണ്ടോ അല്ലെങ്കിൽ ഗ്ലൂ ഗണ്ണ്. പിന്നെ ചെറിയ നൂല് വേണം, കത്രിക. ഇത്ര സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഉണ്ടാക്കാം. അപ്പം വേറെ ഒന്നും ഇതിനകത്ത് ആവശ്യമില്ല, പെയിന്റും പക്കട ഒന്നും വേണ്ടല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് വേഗം ഉണ്ടാക്കാം. ഇപ്പൊ നമ്മുടെ വീട്ടിലെ സ്വീകരണ മുറികളിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കിച്ചണിലോ എവിടെയെങ്കിലും ഒക്കെ നമുക്ക് പ്രധാനപ്പെട്ട ഏരിയയിലൊക്കെ വെക്കാനോ എല്ലാവർക്കും സമ്മാനം കൊടുക്കാനൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നല്ലതാട്ടോ. ഞാനിത് ഒരുപാട് പേർക്ക് ഇങ്ങനത്തെ ഉണ്ടാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്, സുഹൃത്തുക്കൾക്ക് കൊടുത്തിട്ടുണ്ട്, പിന്നെ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്കൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വീട്ടിലും കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ലോക്ക്ഡൌൺ സമയത്താണ് ഇങ്ങനത്തെ ഓരോ പരിപാടി തുടങ്ങിയത്. അപ്പൊ ഇപ്പൊ വല്ലപ്പോഴും സമയം കിട്ടുമ്പോൾ ചെയ്യും. എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യുക, ബോട്ടിൽ പെയിന്റ് അടിക്കുക, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. ഇതുവരെ യൂട്യൂബിലൊന്നും ഞാൻ ചെയ്തിട്ടില്ല. വീണ്ടും എന്തായാലും യൂട്യൂബിലും വരും കേട്ടോ ഞാൻ എന്തായാലും. അപ്പൊ ഫൈനലി ഞാൻ 2 ഫ്ലവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം 2 മുട്ടും കൊടുത്തു. അപ്പൊ ഇല നോക്കിയപ്പോ ഒന്നും കിട്ടിയില്ല. അപ്പൊ നമ്മുടെ ഇവിടെ പറമ്പത്ത് പോയപ്പോ നമ്മുടെ ഏതോ ഒരു മുസാണ്ടയുടെ ഇലയില്ലേ, അത് അതിന്റെ അങ്ങാണ്ട് ഇല കിട്ടിയായിരുന്നു. അപ്പൊ അത് നന്നായിട്ട് പെയിന്റ് അടിച്ചെടുത്തു. പിന്നെ ബേസിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കുപ്പി, അച്ചാറിന്റെ കുപ്പിയിൽ പെയിന്റ് അടിച്ചു. ഇത്രയായപ്പോ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ.